നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാൻ. ഞാൻ ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വിനുമോഹൻ ഒന്ന് പറയണ്ടേ, ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ. ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നോ? അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങളോടല്ലേ അവര് പറഞ്ഞിട്ട് വരിക. അവര് ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം വലിയ കുഴപ്പത്തിലാണ്. ഇവിടെ മതിയായ ചികിത്സ കിട്ടുന്നില്ല. ആരോഗ്യരംഗം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ പ്രധാന പ്രചരണായുധം ഞാനിപ്പോൾ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ മുറവിളികൾക്ക് പിന്നിൽ ജനങ്ങളോടുള്ള സ്നേഹമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ എന്നാൽ കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വാർത്തയുണ്ട്. കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളുടെ എല്ലാം നിയന്ത്രണം ഇപ്പോൾ ആരുടെ കൈകളിലാണെന്ന് നിങ്ങൾക്കറിയാമോ? വിദേശ കമ്പനികളും ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളും ആയിരക്കണക്കിന് കോടികൾ എറിഞ്ഞ് നമ്മുടെ ആശുപത്രികളെ വിഴുങ്ങുകയാണ്. എന്തിനാണ് ഈ ആഗോള ഭീമന്മാർ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്? അതിനും പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ സമരങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അത് അവരുടെ അജണ്ടയാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകൾ വന്ന് ഇവിടെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ആ കുത്തകകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാത്രമല്ല, പെർഫോം ചെയ്യാത്ത ഒരു വകുപ്പാണെങ്കിൽ ഇത്ര സമരം ഉണ്ടാകുമോ? ഒരുപക്ഷെ ഈ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തിരുവനന്തപുരത്തെ ഏറെ പ്രശസ്തമായ കിംസ് ആശുപത്രിയുടെ ഏകദേശം 80% ഓഹരികൾ അടുത്തിടെ സ്വന്തമാക്കിയത് സാക്ഷാൽ ബ്ലാക്ക്സ്റ്റോൺ എന്ന അമേരിക്കൻ ആഗോള നിക്ഷേപ കമ്പനിയാണ്. മുടക്കിയ തുക എത്രയാണെന്നോ? ഏകദേശം 3300 മുതൽ 3500 കോടി രൂപ വരെ. ആരാണ് ഈ ബ്ലാക്ക്സ്റ്റോൺ? $11 ട്രില്യൺ ആസ്തിയുള്ള ആഗോള ഭീമന്മാർ. ലോകത്തെ ക്രൂഡ് ഓയിൽ വില തീരുമാനിക്കുന്നതിൽ വരെ സ്വാധീനമുള്ളവർ. ഭരണകൂടങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവർ. അവർ മാത്രമല്ല, അമേരിക്കൻ നിക്ഷേപകരായ കോൾബർഗ് ട്രാവിസ് റോബർട്ട്സ് എന്ന KKR, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ 70% ഓഹരികൾ 2024 വാങ്ങിയത് ഏകദേശം 2500 കോടി രൂപയ്ക്കാണ്. ആസ്റ്ററിൻ്റെ ഇന്ത്യൻ ഓപ്പറേഷനുകൾ ബ്ലാക്ക്സ്റ്റോണിൻ്റെ തന്നെ പിന്തുണയുള്ള ക്വാളിറ്റി കെയറുമായി ലയിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി ശൃംഖലയായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ലോക കോടീശ്വരന്മാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ ഒഴിവാക്കി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിൽ ചികിത്സിക്കാൻ ഒരു നഴ്സിൻ്റെ യോഗ്യത പോലുമില്ലാത്ത വ്യാജ ഡോക്ടർമാരാണ് ഉള്ളതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കേരളം അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ മൊത്തം വലിപ്പം 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. സ്വകാര്യ ആശുപത്രികളിലെ വരുമാനം, മെഡിക്കൽ ടൂറിസം, മരുന്ന് വിപണി, ഇൻഷുറൻസ്, അങ്ങനെ 50,000 കോടി രൂപയുടെ വലിയൊരു സ്വർണ്ണഖനിയാണ് കേരളം. ഈ സ്വർണ്ണഖനി സ്വന്തമാക്കാനാണ് ഈ ആഗോള ഭീമന്മാർ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് കോടികൾ മുടക്കി ഈ ആശുപത്രികൾ വാങ്ങിയാൽ മാത്രം പോരല്ലോ. ഈ പണത്തിന് മുതലും പലിശയും ലാഭവും ഈ ഭീമന്മാർക്ക് തിരിച്ചു പിടിക്കണമല്ലോ. എന്നാൽ അവിടെ ഈ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ ഒരു വലിയ തടസ്സമുണ്ട്. നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം. മലയാളികളിൽ ഏകദേശം 50 മുതൽ 60% ആളുകൾ ഇന്നും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. കോവിഡും നിപ്പയും വന്നപ്പോൾ നമ്മെ കാത്ത ആ സർക്കാർ സംവിധാനങ്ങൾ. സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ആ 60% ആളുകളിൽ നിന്ന് വെറുമൊരു 10% പേരെയെങ്കിലും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചാൽ ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ വരുമാനത്തിനുണ്ടാകാൻ പോകുന്നത് ആയിരക്കണക്കിന് കോടികളുടെ വർധനവാണ്. ഇവിടെയാണ് UDFന്റെ ഇന്നത്തെ രാഷ്ട്രീയ നാടകങ്ങളെ നാം സംശയത്തോടെ കാണേണ്ടത്. സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾ പോകാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അവിടെ മികച്ച ചികിത്സയില്ലെന്നും അവിടെ പോയാൽ ജീവൻ കിട്ടില്ലെന്നും ജനങ്ങൾക്കിടയിൽ നിരന്തരം പ്രചരിപ്പിക്കണം. അതിനായി ക്യാമ്പയിനുകൾ നടത്തണം. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്
അതുതന്നെയല്ലേ? ലൂസിഫർ സിനിമയിൽ ബോബി എന്ന കഥാപാത്രം ആരുടെയോ കയ്യിൽ നിന്നും പണം വാങ്ങിയതുപോലെ ഇന്ന് കേരളത്തിൽ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ നടക്കുന്ന ഈ കോലാഹലങ്ങൾക്കും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്കും പിന്നിൽ ഏതെങ്കിലും സാമ്പത്തിക സ്രോതസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുന്നത്? സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മലയാളിയും ഇതൊക്കെ ഊഹിക്കും. ലക്ഷ്യം ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കലോ അതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളെ തകർക്കലോ ആണോ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന ചോദ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വെറും ആരോപണമല്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ മേനോനെ പോലെയുള്ളവർ ഈ വിഷയത്തിൽ അടുത്തിടെ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൻകിട കോർപ്പറേറ്റ് ശൃംഖലകളും പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളും കേരളത്തിലെ ആരോഗ്യ മേഖലയെ വിഴുങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ തങ്ങളുടെ തൊട്ടടുത്ത് ചികിത്സ നൽകിയിരുന്ന ചെറുകിട ആശുപത്രികൾ വ്യാപകമായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുത്തകകൾ ആരോഗ്യരംഗം കൈയടക്കുമ്പോൾ ചികിത്സാ ചെലവ് സാധാരണക്കാരന് താങ്ങാനാകാത്ത വിധം കുതിച്ചുയരും. അപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ട ഒരേ ഒരിടം സർക്കാർ ആശുപത്രികൾ മാത്രമാണ്. ഈ സർക്കാർ ആശുപത്രികളെയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ചിലരുടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കും വേണ്ടി പ്രതിപക്ഷം ഇന്ന് കല്ലെറിഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒറ്റിക്കൊടുക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ നമ്മുടെ കുട്ടികൾക്കൊരു പനി വന്നാൽ പോലും 1000 ഫീസുള്ള ഈ കോർപ്പറേറ്റ് 5 സ്റ്റാർ ആശുപത്രികൾക്ക് മുന്നിൽ നമ്മൾ വരി നിൽക്കേണ്ടി വരും. ചിന്തിക്കുക, വിലയിരുത്തുക. ഇത് നമ്മുടെ ജീവൻ്റെ പ്രശ്നമാണെന്ന ബോധ്യം മനസ്സിൽ വയ്ക്കുക.